ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുവമോർച്ച. തൃശൂർ DMO ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. DMOയുടെ കസേരയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ തൃശൂർ DMO ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവരുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, വലിയ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തിനുമുണ്ടായത്. ഇതിനെ തുടർന്ന് തന്നെയാണോ സുരക്ഷ വർദ്ധിപ്പിച്ചത്? തീർച്ചയായിട്ടും സുരേഷ്, ഈ യുവമോർച്ചയുടെ പ്രതിഷേധം അതായത് DMO ഓഫീസിലേക്ക് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ DMO ഓഫീസിൽ നിയമിച്ചിരിക്കുകയാണ്. അതായത് തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ, പ്രത്യേക പോലീസ് സംഘത്തിനെ DMO ഓഫീസിന്റെ സുരക്ഷാ ചുമതല കൈമാറിയിട്ടുള്ളത്. അതായത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടത്തുന്നു. ഓഫീസിനുള്ളിൽ കയറി DMOയുടെ ഓഫീസിനുള്ളിൽ കയറിയിട്ട് അവരുടെ ഇരിപ്പിടത്തിൽ റീത്ത് വെക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് റീത്ത് വെക്കുന്ന ഒരു സമരത്തിലേക്ക് യുവമോർച്ച മാറിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് DMO ഓഫീസിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടുന്നതിനും വേണ്ടി പ്രത്യേക സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ ഈ DMO ഓഫീസിന് സമീപം നിയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് രാവിലെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും DMO ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ അവർക്ക് DMO ഓഫീസിനുള്ളിലേക്കോ അതിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ള പ്രതിഷേധം അത് DMO ഓഫീസിന് ഉള്ളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ DMOയുടെ കസേരയിൽ റീത്ത് വെക്കുന്ന ഒരു സമരത്തിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം മാറിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ ഈ DMO ഓഫീസിന്റെ ചുമതല അല്ലെങ്കിൽ സുരക്ഷാ ചുമതല ഏൽപ്പിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത്. സുരേഷ്, ശരി. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.